തിരുവേഗപ്പുറ ചെമ്പ്രയിൽ രാത്രി പുറത്തിറങ്ങിയ വയോധികയുടെ സ്വർണമാല കവർന്നതായി പരാതി. തിരുവേഗപ്പുറ ചെമ്പ്ര ആലിൻചുവട് വിളത്തൂർ റോഡിൽ വെള്ളിയാഴ്ച രാത്രി 9:30ഓടെയാണ് സംഭവം. പാറയിൽ കണക്കറായിയുടെ ഭാര്യയുടെ മാതാവ് 80 വയസ്സുള്ള കുറുമ്പയുടെ 1 പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് മോഷ്ടാവ് കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത് ഓടി രക്ഷപ്പെട്ടത്. ഭക്ഷണം കഴിച്ച് രാത്രി പാത്രം കഴുകാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സംഭവം ഉണ്ടായത്. അമ്മ ചോറിന്റെ പാത്രം കഴുകാൻ പോയതാ. ഞാനും ഏട്ടനും മോറിയിൽ നിന്ന് ഏട്ടൻ കഞ്ഞുടിക്കുകയാണ്, ഞാൻ ചോറിനാണ്. ഏട്ടനായി തന്നെ ഇരിക്കണത്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കരച്ചിലാണ് കേട്ടത്. കരച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ട് അമ്മ വീണതാണ്, അത്രയും ഇതിലാണ് വിഷമത്തിലാണ് കരയുന്നത്. അപ്പോൾ ഞങ്ങൾ ഓടി ചെന്ന് നോക്കുമ്പോൾ അമ്മ പറയുന്നത് മാല പൊട്ടിച്ചുകൊണ്ടുപോയി എന്നാ പറഞ്ഞത്. വേറെ ഒന്നും അമ്മ പിന്നെ അപ്പം തന്നെ വിറക്കല് തുടങ്ങി. ഒന്നും പറയാൻ പറ്റണില്ല അമ്മക്ക്. ആളെ കണ്ടിരുന്നോ നിങ്ങള്? ഇല്ല, ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ആരും ഇല്ല അവിടെ. അതിന്റെ മുന്നേ അമ്മ ഒരു നിഴല് കണ്ടത്രേ. അപ്പൊ അമ്മ വിചാരിച്ചിരിക്കണത് എന്താ വാഴം കൈയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഇത് അടിയിൽ കൂടെ വന്നിട്ട് പിന്നെ കൊട്ടതാളത്തിന്റെ ബാക്കിൽ കൂടെ വന്നിക്കാണേ. ബാക്കിൽ വന്ന് പെട്ടെന്ന് തിണ്ടൻ ആരൂര് വന്നിട്ട് മേലൊക്കെ കണ്ട് പൊങ്ങലും കഴിഞ്ഞ് ചെയിന് പൊട്ടിച്ച് പോക്കും കഴിഞ്ഞു. ഇന്നലെ പരിചയമില്ലാത്ത ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ? പുറത്തുനിന്ന് ആൾക്കാർ വന്നിരുന്നത്. തുണികൾ ചോദിച്ചു. ഞാൻ ഉണ്ടായിട്ടില്ല, ഇവിടെ പണി ഉണ്ടായിരുന്നു, പണിക്ക് പോയിരുന്നു. അമ്മ ഒറ്റക്ക് ഉണ്ടായിട്ടുള്ളൂ. തുണികൾ ചോദിച്ചിട്ട് 2 ആൾക്കാർ, പെണ്ണും ഒരു ആണത്തിന് വന്നിട്ട് അവിടെ 2 ആണുങ്ങൾ അത്ര വന്നത്. അത് എല്ലാ വീട്ടിലും നടക്കുന്നുണ്ട്. അവർ ഒരുപാട് ആൾക്കാർ ഇന്നലെ ഇറങ്ങിക്കണം. വർത്താനം പറഞ്ഞു അമ്മോട് ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചത്രേ. മലയാളിയോ ഇപ്പോൾ വേണമെങ്കിൽ. പിന്നെ അവിടെ അടുത്ത വീട്ടിൽ 6 ആളത്ര ഇന്ന്. ആ രാജേട്ടൻ്റെ വീട് പറയും. ഇവിടെ ഞങ്ങൾ രാജേട്ടൻ്റെ വീട്ടിൻ്റെ അപ്പം അവിടെ 6 ആൾ ചെന്നിരുന്നത്. 3 ആൾ ആദ്യം ചെന്ന്, പിന്നെ 3 ആളും കൂടി ചെന്നത്. അങ്ങനെ പോലീസ് വന്ന് ഇവരോടൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നു. അമ്മോട് ഞാൻ ചോദിച്ചിരുന്നു എന്തൊക്കെ ഉണ്ടായി, സംഭവം ഉണ്ടായി എന്നൊക്കെ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തിരുന്നു. അമ്മനെ വടക്കോർത്ത് കോട്ടത്താളത്തിന്റെ അടുക്ക് വിളിച്ചു. എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മ അതുപോലെ പറഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ റൂമിൽ വന്നിട്ടും ചോദിച്ചു, അവർ കഴുത്തിൽ വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പരണ്ടി ഇവിടെ ചെയിന് വലിച്ചാൽ മൂറി എന്തെങ്കിലും ആയിട്ടുണ്ടോ ചോദിച്ചു. അപ്പൊ അതൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പോലീസുകാർ ഫോണിലുണ്ടൊക്കെ നോക്കിയിരുന്നു, ടോർച്ചടിച്ചിട്ട് നോക്കിയിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ സമയം റോഡിൽ ഒരു സ്കൂട്ടർ സ്റ്റാർട്ടിങ്ങിൽ നിന്നിരുന്നതായും പറയപ്പെടുന്നു. ഇന്നലെ ഒരു 9:39 ആകുമ്പോഴാണ് അമ്മ എനിക്ക് വിളിക്കുന്നത്. ഞാനപ്പോൾ അലിഞ്ചോട് എൻ്റെ മൊബൈൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ആയിരുന്നു. പെട്ടെന്ന് കോൾ വന്നപ്പോൾ എന്താ വെച്ചിട്ട് കോൾ എടുത്തപ്പോഴാണ് അറിഞ്ഞത്. പെട്ടെന്ന് കരഞ്ഞിട്ട് അവരെല്ലാവരും കൂടി പറയണത് അമ്മമ്മയുടെ ചെയിൻ പൊട്ടിച്ച് കള്ളൻ ഓടി പറഞ്ഞിട്ട്. അപ്പോഴത്തേനും ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് വന്നു. പക്ഷേ ഇവിടെ പാടം മൊത്തം തിരഞ്ഞു, ഒരു വിവരമില്ല. പാടത്ത് കൂടെ നെല്ലിൻ്റെ സെൻറ്ററിൽ കൂടെ ഓടിയ പോലെ അടയാളങ്ങൾ കാണാനുണ്ട്. ആ വഴിക്കൊക്കെ ഞങ്ങൾ പോയി നോക്കി, പക്ഷെ ഒരു വിവരമില്ല. പിന്നെ പോലീസൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ CCTV ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർ ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേഷനിൽ ഇന്നലെ തന്നെ പോയി കേസ് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഒന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂട്ടി ഇവിടെ ഫ്രണ്ടിൽ വന്നു എന്നൊരു സൗണ്ട് കേട്ടു. അത് ഓഫാക്കാതെ കുറച്ച് ടൈം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് എടുത്ത് പോകും. ഈ ഒരു ടൈം കറക്റ്റ് ആയിരുന്നു. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റ് വന്നിട്ട് അതേപോലെ പോവുകയും ചെയ്തു എന്നാണ് അങ്ങനെ കേട്ടു. പക്ഷെ ആരും കണ്ടിട്ടില്ല. എല്ലാവരും വീടിൻ്റെ ഉള്ളിലായിരുന്നു. സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ. അത് കാരണമാണ് ഇപ്പോൾ CCTV ചെക്ക് ചെയ്യാൻ വേണ്ടി പോയത്. സംഭവത്തിന് ശേഷം പ്രദേശമാകെ തിരഞ്ഞെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. തുടർന്ന് കൊപ്പം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. കൊപ്പം പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തുകാർ ആശങ്കയിലാണ്. ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു സംഭവം ആദ്യമായാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. പാത്രം കഴുകുമ്പോ ആള് വന്ന് പൊട്ടിച്ചതാ. നിങ്ങൾ ആളെ കണ്ടിരുന്നോ? ആളിങ്ങനെ ഈ ഇവിടുന്ന് പൊന്തി കജ്ജിങ്ങോട്ട് വന്നതായി കണ്ടുള്ളൂ. പിന്നെ ആളെ കണ്ടില്ല. ഈ പുറം തന്നെ അന്ന് ഈ പുറം തന്നെ അങ്ങോട്ട് ഓടി. ഒരാളുണ്ടായിരുന്നുള്ളൂ? ഒരാളെ വന്നിട്ട്. മുഖം മറച്ചിരുന്നോ? മുഖം മറച്ചിരുന്നു ആള്? ആ നമുക്ക് അപ്പ തന്നെ നോക്കിയത് കാണില്ല. അതൊന്നും കണ്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ചെയ്തോ? ആളെ ഉപദ്രവിച്ചോ? ഇല്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കി മോഷ്ടാവിനെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് 3 Max Live.